വെൽക്കം ബാക്ക് ടു നിത്യാസ് യൂട്യൂബ് ചാനൽ. അപ്പൊ ഹലോ, ഗുഡ് മോർണിംഗ്. ഇവിടെ ഇപ്പൊ രാവിലെ 9:10 അപ്പം ഇൻട്രോയില് കണ്ട പോലെ ഞങ്ങള് വർക്ക് കഴിഞ്ഞിട്ട് വരുക രാവിലെ തന്നെ. നൈറ്റ് ഡ്യൂട്ടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും 2-3 ദിവസമായിട്ട് കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പൊ ഞങ്ങള് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ഒരു സീനാണ് നിങ്ങൾ കണ്ടത്. ഇപ്പൊ ഞങ്ങള് രണ്ടുപേരും ഫ്രഷ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഇതില് കാണിച്ച പോലെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇന്ന് ഇതുപോലെ ഞങ്ങളെ കണ്ടിന്യൂസ് ഒരു ഷിഫ്റ്റ് കണ്ടിന്യൂസ് ഒരു 2-3 ദിവസത്തെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഓഫ് ഡേ ആണ് ഇന്ന്. വീണ്ടും നാളെ തൊട്ട് ഞങ്ങൾക്ക് വർക്കാണ്. അതും ഇതുപോലെ നൈറ്റ് ഡ്യൂട്ടി അല്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും. ഇവൻ ഡേയും ഞാൻ നൈറ്റും. ഞാൻ ഓൾവേസ് നൈറ്റ് സ്റ്റാഫ് ആണ്. ഇവൻ എനിക്ക് നൈറ്റും ഡേയും മാറി മാറി വരും. എനിക്ക് 2 ദിവസം നൈറ്റ് ആയിരുന്നു, എനിക്കിപ്പോ 2 ദിവസം ഡേ ഷിഫ്റ്റ്. അപ്പൊ അതൊക്കെ ഞങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു. അപ്പൊ ഇനി കുറച്ച് ദിവസത്തേക്ക് നമുക്ക് കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. ഫുഡ് മെയിൻലി, പിന്നെ ക്ലീനിങ്, അലക്കണം, കുറെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം, അങ്ങനത്തെ കുറെ പ്ലാനിങ്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ ജസ്റ്റ് ഞാൻ അതൊന്ന് കാണിക്കാന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലെ, ഈ ഒരു UK ബിസി ലൈഫിൽ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും. ഇവിടെ 12 hour ഷിഫ്റ്റ് ആണ് വരുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ലോങ് ഡേ അല്ലെങ്കിൽ നൈറ്റ് പോകുമ്പോ ഫുഡൊക്കെ ഉണ്ടാക്കല് എപ്പോഴും ഉണ്ടാക്കല് കണക്ക് തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യും. എല്ലാരും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടോ? ഫ്രിഡ്ജിൽ കയറ്റി എല്ലാരും ചൂടാക്കി കഴിക്കുന്ന ഫുഡ് തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കി കഴിക്കും. നമ്മുടെ നാട്ടിലെ ഫുഡ് ഉണ്ടാക്കും. നമ്മളെ കറിയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ച് അധികം കയറ്റി വെക്കും. ഇപ്പൊ ഇന്നത്തെ ഫ്രിഡ്ജിൽ തന്നെ ഓൾമോസ്റ്റ് പരിപ്പ് കറി, ചിക്കൻ വറുത്തരച്ച ഇച്ചിരി കൂടെ എളുപ്പം. കാരണം നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്ക് ഇച്ചിരി പോലെ ഉണ്ടാക്കാനും പറ്റൂല. കഴിഞ്ഞാലും കുറച്ച് ദിവസത്തേക്ക് എന്തായിട്ട് എത്തും. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ ഇതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമ്മൾ പൊതുവെ ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും രാവിലെയും. പിന്നെ നൈറ്റ് ഡ്യൂട്ടി, ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്നിനി ഉണ്ടെന്നുണ്ടെങ്കിൽ ആകെ വൈകുന്നേരം ഹെവി ആയിട്ട് കഴിച്ചിട്ട് വർക്കിന് പോകും. അത് മാത്രമേ ഉള്ളൂ നമുക്ക്. ചെറിയ സ്നാക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ. എന്തെങ്കിലും ക്രിസ്പോ അല്ലെ അങ്ങനെ എന്തെങ്കിലും. സാധാരണ ഇവിടെ എല്ലാരും അവിടെയുള്ള ആൾക്കാരാണെങ്കിലും ആരും രാത്രി അവിടുന്ന് ഫുഡൊന്നും കഴിക്കില്ല. അതുകൊണ്ട് നമ്മളും കഴിക്കാറില്ല. റെസ്റ്റ് എടുക്കാനേ നോക്കുള്ളൂ. കിട്ടുന്ന ആ ഒരു ബ്രേക്ക് ടൈം നമ്മൾ റെസ്റ്റ് എടുക്കാനേ നോക്കുള്ളൂ നൈറ്റ്. അപ്പൊ ഓക്കെ, അതാണ് ഇന്നിനിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് എഗ് മയോ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, സംഭവം ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ചെയ്തത് മൊത്തം പാളി. മുട്ട പുഴുങ്ങിയ മുട്ടയാ, 15 മിനിറ്റ് പുഴുങ്ങിയ മുട്ടയാ. അതിന് കോലമൊക്കെ വെള്ളം പോലെ. മുട്ട ഫുള്ള് കുക്കായിട്ടില്ല. പിന്നെ സ്മൂതി അടിക്കാൻ വേണ്ടിയിട്ട് പകരം മിക്സി ജാറിൽ ഇട്ട് വെച്ചതാണ്. പാൽ എക്സ്പയർഡ് ആയി. മാത്രമല്ല പാലാകെ ഇച്ചിരി പോലെ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല. വി ഹാവ് ഓപ്ഷൻ നമ്പർ 2. ഇന്നലത്തെ വറുത്തരച്ച ചിക്കൻ കറി, തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി, അതും ബ്രെഡും ഞാൻ കഴിക്കും. വിഷ്ണു ഈ മുട്ടേനകത്ത് കുറച്ച് മയോണീസ് ഇട്ടിട്ട് അവൻ വെള്ളം പോലത്തെ എഗ് മയോ സാൻഡ്വിച്ച് കഴിക്കുന്നു. അത് ഉറ്റുന്നു സൈഡില്. ഓക്കെ, അവൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇല്ലെങ്കിൽ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. ഇതിൽ ഇച്ചിരി പോലെയൊക്കെ അറിയുള്ളൂ. അങ്ങനെ അത് മതിയാവും. ഇതിൽ വേണമെങ്കിൽ ലേശം വെള്ളം ഒഴിക്കാം. ആണോ? ഓക്കെ ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു, എല്ലാം പോയി. എനിക്കാണെങ്കിൽ നല്ല വിശപ്പ്. സ്മൂത്തിക്ക് പകരം കട്ടൻ ചായ. ഓക്കെ, അതിനുള്ള വെള്ളം വെക്കാം. അപ്പം വി ആർ ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ് നൗ. ബ്രെഡ് വിത്ത് തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇത് കഴിക്കണതൊന്നും വലിയ കാര്യത്തിൽ നമ്മൾ ബെസ്റ്റ് കോമ്പിനേഷൻ കട്ടൻ ചായ.
ഗുഡ് മോർണിംഗ് അല്ല, വൈകുന്നേരം 4:30 പക്ഷെ എനിക്കിപ്പോഴാണല്ലോ ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ ബാക്കി പരിപാടികൾ നോക്കാൻ സമയമായി. ഫുഡ് കഴിക്കണം ഫസ്റ്റ് തന്നെ, പിന്നെ സാധനം മേടിക്കാൻ പോകണം, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ട് ചെയ്ത് തീർക്കണം. ഓക്കെ, അപ്പൊ നമ്മള് ഉറങ്ങി എണീറ്റിട്ട് ചായ കുടിക്കാൻ പോവാണ്. ഇവിടെ നമുക്ക് 2 ആൾക്കാരുണ്ട്. ഗസ്റ്റ് ഒന്നല്ല, സ്ഥിരം ഇവിടെ ഉള്ള ആൾക്കാരാണ്. ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ട്, അമ്മൂട്ടി. പിന്നെ ഒരാൾ ഇവിടെ ഉണ്ട്, ചന്തു. കാണിക്ക് ചന്തുനെ. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പിള്ളേരുണ്ടാവും എപ്പോഴും. ഇത് വേറെ ഉണ്ടോ 1-2 എണ്ണം. അവരൊക്കെ വർക്കിന് പോയേക്കുക. എന്തേലും പറയും ചന്തു. ദിസ് ഇസ് മൈ യൂട്യൂബ് ചാനൽ. ചന്തു അധികം സംസാരിക്കില്ല, മിനിമലായിട്ടേ സംസാരിക്കും അല്ലേ? എടുത്തെടുത്തോ. കണ്ടാ ഞാൻ ഉണ്ടാക്കിയ പോലത്തെ സമൂസയാണെന്ന് തോന്നുമെങ്കിലും ഞാൻ ഉണ്ടാക്കിയതല്ല. അല്ല, ഫ്രോസൺ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. നമ്മൾ ചൂടാക്കി ഉപയോഗിക്കാം. പക്ഷെ നല്ല ടേസ്റ്റാണ്. നമ്മൾ എയർ ഫ്രൈ ചെയ്തപ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയി. നല്ല ഇനി വാ ഇത് കഴിക്കാം. ഓക്കെ, ഇനി വീഡിയോ എടുക്കുന്ന ആൾക്കും കൂടെ ചായ കുടിക്കണം. അപ്പൊ ശരി, ബൈ. നമ്മളിതാ അപ്പോ സാധനം വാങ്ങാൻ പോവാണ്. ഒരു മിനി ഗ്രോസറി ഷോപ്പിംഗ് ഫോർ ദി നെക്സ്റ്റ് 3 days. Let's go. ഹലോ, അപ്പൊ നമ്മള് ടെസ്കോലാ പോകാൻ പോന്നെ. ഇവിടുത്തെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റാണ് ടെസ്കോ. നമ്മൾ പൊതുവെ ടെസ്കോലല്ല പോവാറ്, അസ്ഡേല പോവാറ്. പക്ഷെ നമുക്കിപ്പോൾ ടെസ്കോന്റെ തൊട്ടടുത്ത് ഒരു പെറ്റ് സ്റ്റേഷൻ അല്ല, പെറ്റ്സ് അറ്റ് ഹോം ഉണ്ട്. അതിവിടെ പെറ്റ് സ്റ്റേഷൻ പോലെ പെറ്റിന്റെ കാര്യങ്ങളും പെറ്റ്സിനെ ഒക്കെ മേടിക്കണതും മീനിനെ, എസ്പെഷ്യലി മീനിനെ മേടിക്കണത് എനിക്ക് ഇഷ്ടമല്ല അത് മേടിക്കാനായിട്ട്. എനിക്കതിന് ഭയങ്കര ഞെട്ടവാ. ചുമ്മാ നോക്കാൻ പോണ്. അതിന്റെ ഇടയിൽ വിഷ്ണുവിന് പറ്റുമെങ്കിൽ ഫിഷിനെ മേടിക്കണം. ഒരു ഫിഷിനെയും കൂടെ വേണം. അതിൽ ഫീമെയിൽ ഇല്ല, നമ്മുടെ അടുത്ത് ഫീമെയിൽ ഇല്ല. അപ്പം ഒരു ഫീമെയിലിന് കൂടെ മേടിക്കണം. അപ്പൊ ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ പെറ്റ്സ് അറ്റ് ഹോമിൽ എത്തിയിട്ടുണ്ട്. മീനിനെ മേടിക്കാൻ വന്നു. തിന്നാൻ പോലും ഇത്ര മീനിനെ മേടിക്കാറില്ല. ഇവിടെ വന്നാൽ നമുക്ക് പെറ്റ്സിന്റെ എല്ലാം കിട്ടും. ഈ വക സാധനങ്ങള്, ഇനി അക്വേറിയം, പിന്നെ കാറ്റ്സിന്റെ ഫുഡ്, അത് കളിക്കണ സാധനങ്ങൾ. ശരിക്കും ഇത് പെറ്റ്സിന്റെ ഒരു സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ അവരുടെ ഇതുണ്ടോ, വെറ്റിനറി സർജറി, അവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവും. പിന്നെ എന്താണ്, വെറ്റ്സ് ഉണ്ട് ഇവിടെ. ഗ്രൂമിങ്ങും എല്ലാം ഇവിടെ അവർ ചെയ്തു തരും. ഓക്കെ, നമുക്ക് മാത്രമല്ല കേട്ടോ ക്രിസ്മസ്. എന്താ റീസൺ? വരും. അപ്പോ നമ്മള് ഇവിടെ മീൻ വളർത്തുന്നത് കുറെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായി. അപ്പൊ നമുക്ക് മീൻ വളർത്തുന്നതിന്റെ ഒക്കെ കുറച്ചും കൂടെ റിസർച്ച് ഒക്കെ ചെയ്ത് നമുക്ക് അറിയുന്ന കാര്യം അറിയാത്ത കാര്യമൊക്കെ വെച്ചിട്ട് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊക്കെ ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അതൊരു കണ്ടന്റ് ആയിട്ട് ചെയ്യാം. പിന്നെ ഞങ്ങക്ക് ടെക്നിക്ക് മനസ്സിലായി. ചന്തു ഇപ്പൊ തന്നെ മേടിക്കുവാണോ? ചന്തു ഇതിനെ മേടിച്ചാൽ ഞാൻ ചന്തുവിന്റെ വീട്ടിൽ കയറത്തില്ല. ഓക്കെ, നമുക്ക് പെറ്റ്സ് അറ്റ് ഹോമിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. വിഷ്ണുവിന്റെ മീനിനെയും കിട്ടിയിട്ടില്ല. ചന്തു മേടിക്കാനല്ല വന്നേ, കാണാനാ വന്നത്. അതിന്റെ ഇവിടെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി വന്നേ. അപ്പം ഇതിന് തൊട്ടപ്പുറത്താണ് ടെസ്കോ. അപ്പൊ നമ്മൾ ടെസ്കോയിലോട്ട് പോവാം. ഓക്കെ, നമ്മള് ഒരാഴ്ചത്തേക്കുള്ള ഫുള്ള് സാധനങ്ങളാണ് ഈ ഫുള്ള് ട്രോളിയിൽ ഇരിക്കുന്നത്. സത്യം പറയുന്നത് ഒരുപാടൊന്നുമില്ല. അരി നമുക്ക് ഓൾറെഡി തീർന്നത് മേടിക്കാൻ ഉണ്ടായതാ. പിന്നെയുള്ളത് ഈ ടിഷ്യൂ, പിന്നെ 2 കേസ് വെള്ളം, അത് മാത്രമേ ഉള്ളല്ലേ. ബാക്കിയെല്ലാം ചെറിയ ചെറിയ സാധനങ്ങളേ ഉള്ളൂ.
പക്ഷേ അത്യാവശ്യം ഒരു പൈസ പൊട്ടും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് തിന്നാനുള്ള സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യണം. അനാവശ്യമായിട്ടൊന്നും മേടിച്ചിട്ടില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം ഇതാണ് ഞങ്ങളുടെ മിനി ഗ്രോസറി ഷോപ്പിംഗ്. ഓക്കെ, അപ്പൊ നമ്മള് മേടിച്ച സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം ഷടപടേന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചിട്ട് നമുക്ക് ഫുഡ് ആക്കണം. ഇതിന്റെ മെയിൻ ഇതെന്താന്ന് വെച്ചാല് ഇത്രയും സാധനം മേടിച്ചല്ലോ നമ്മള്. രാവിലെ നമ്മള് പാലില്ലാത്തോണ്ട് ചായ ഒന്നും വെച്ചില്ല. ഇപ്പൊ സത്യത്തിൽ പാല് മേടിക്കാൻ മറന്നുപോയി. അതെന്താ നമ്മൾ അങ്ങനെ മറന്നത് അല്ലേ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും നമ്മള് ലിസ്റ്റ് ഇടാറുണ്ട് പോണേന് മുന്നേ. അപ്പൊ ഇന്ന് ഇവിടെ പിള്ളേർ ഉണ്ടായതുകൊണ്ട് ഒക്കെ എന്നാൽ എല്ലാവർക്കും ഒരുമിച്ച് പോകാനോട് പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു ഈ പെറ്റ് സ്റ്റേഷനില്, പെറ്റ്സ് അറ്റ് ഹോം. ചന്തു കോഫി ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. എന്താണ് ചന്തുവിന്റെ റൂം ഇതാ ഈ ചുമന്റെ തൊട്ടപ്പുറത്താ. അപ്പൊ ചന്തു ഷടപടയെന്ന് പറഞ്ഞിട്ട് പോയിട്ട് വന്നിട്ട് കോഫി ഉണ്ടാക്കിയിട്ട് വന്നു. അപ്പൊ ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്നു. അങ്ങനെ നമ്മള് ചായ കുടിച്ചിട്ട് ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. എന്നിട്ട് പിന്നെ ചോറ് കഴിക്കും രാത്രി കുറച്ച് കഴിഞ്ഞിട്ട്. ചന്തുവിന് പാസ്ത, ചന്തു പാസ്ത ഉണ്ടാക്കണം. എനിക്ക് പാസ്ത ഇഷ്ടമില്ല, വിഷ്ണുവിനും ഇഷ്ടമില്ല, എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ ഞാൻ ഷാരു ഉണ്ടാക്കുന്ന പാസ്ത കഴിക്കാറുണ്ട്. നീ പറഞ്ഞത് വൈറ്റ് സോസ് പാസ്ത, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാത്ത വേറെ ആരുണ്ടാക്കുന്ന പാസ്ത? അത് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ നല്ല എരിവും എല്ലാം ആക്കിയിട്ട് ശരിക്കും സ്പഗേറ്റി ഉണ്ടാക്കുന്നത്. ഓക്കെ, എനിക്ക് ഈ എക്സോസ്റ്റ് ഇത് ഓൺ ചെയ്യണം. അപ്പൊ ഓൺ ചെയ്തൊന്നും കേൾക്കൂല. അപ്പൊ ബൈ. ഓക്കെ, അപ്പം ഫുഡ് ഓൾമോസ്റ്റ് റെഡിയായി. കോവക്ക മെഴുക്കുവരട്ടി മാത്രം പെൻഡിങ്ങിലുണ്ട്, അത് അടുപ്പത്തുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം കിച്ചൺ ഫുള്ള് ക്ലീൻ ചെയ്തു. ഫുൾ ക്ലീൻ എന്ന് പറഞ്ഞാൽ സ്ലാബൊക്കെ തുടച്ചു, പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ചു. ഇനി ഫുഡ് ഉണ്ടാക്കിയ പാത്രം മാത്രമേ ഉള്ളൂ ബാക്കി ഇരിക്കുന്നത്. ബാക്കി ഓൾമോസ്റ്റ് ആ ഒരു ഏരിയ ഫുള്ള് ക്ലീൻ ചെയ്തു. ഇനിയിപ്പം ഞാൻ ലോണ്ട്രി ചെയ്യാൻ പോവാ. വിഷ്ണു ടോയ്ലറ്റ് ക്ലീനിങ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഇപ്പൊ ലോണ്ട്രി ചെയ്യാൻ ഒരു 1 hour എന്തായാലും എടുക്കും. അപ്പൊ ഞാനിത് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം TV ഒക്കെ കണ്ടിട്ട് നിൽക്കുമ്പോഴത്തേക്കും ലോണ്ട്രി സെറ്റ് ആവും. പിന്നെ അത് മടക്കി വെച്ചാൽ മതി. ഞാനും വിഷ്ണുവും കൂടെ ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. എനിക്ക് വിസ അപ്ലൈ ചെയ്യാനുണ്ട്, ഞാൻ ഇനി ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല കുറച്ച് ആപ്ലിക്കേഷൻസ് അയക്കാനുണ്ട്, ജോബ് ആപ്ലിക്കേഷൻ അങ്ങനെ. അപ്പൊ അങ്ങനത്തെ ചെറിയ പണികളുണ്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് 9:30 ആയിട്ടാണ്. അപ്പം ശരിയാണ്, ഇനിയിപ്പോ ഫുഡ് കഴിക്കുമ്പോൾ കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ വിഷ്ണു റെഡിയായി വന്നു. അപ്പൊ നമ്മുടെ ചോറ് റെഡിയായി. ചോറ് 2 ടൈപ്പ് ചോറുണ്ട്. കുത്തരി ചോറ്, വെള്ളത്തായി കുത്തരി ചോറും ഉണ്ട്. പിന്നെ മീൻ വറുത്തത് റെഡിയായി. പരിപ്പും മുരിങ്ങാക്കായും മുരിങ്ങാക്കോലും 2 ദിവസം മുന്നേ വെച്ച കറിയാ അത്. അതെ, ഇതുപോലെ തന്നെ വേക്കായതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് വരട്ടി അതും റെഡി ആയിട്ടുണ്ട്. വേറെ ഇത് നമുക്ക് വീഡിയോ ചെയ്യുമ്പോ പറയണം, പ്രത്യേകം നമുക്ക് ചന്തു ഉണ്ടാക്കിയതാ. ഓക്കെ, ടേസ്റ്റ് ചെയ്യും. പാസ്ത സൂപ്പർ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം. പൊതുവെ ഞങ്ങൾക്ക് 2 പേർക്കും പാസ്ത അധികം ഇഷ്ടമല്ല, പക്ഷെ ഈ പാസ്ത ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഷാരു ഉണ്ടാക്കുന്ന പാസ്ത ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതിന്റെ റിവ്യൂ മീൻസ് എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു. കൊള്ളാമോ? സൂപ്പർ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ശരിക്കും. ബ്രൗണിയാ. എനിക്ക് പൊതുവെ ഒരുപാട് ചോക്ലേറ്റ് ഭയങ്കര മധുരമുള്ളത് കഴിക്കാൻ അത്ര ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി പേഴ്സണലി. ബട്ടർ ബിസ്ക്കറ്റ് തന്നെ, കേക്ക് പോലെ ഉണ്ട്. ഇനി ഇത് ഞാൻ അടുത്ത് തന്നെ റീൽസ് ആയിട്ട് ഇടുന്നതായിരിക്കും.
ചിലപ്പം ഈ വീഡിയോന് മുന്നേ ഞാൻ ആ റീൽസ് ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവും, കാരണം അതാകുമ്പോൾ എഡിറ്റ് ചെയ്യാൻ എളുപ്പമാണല്ലോ. ഓക്കെ, ഇത് കഴിച്ച ശരിയാവും. ഇത് ഫുഡ് കഴിച്ചതിന് ശേഷം ഈ കുക്കി ബാക്കി കഴിക്കാം. അപ്പൊ ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് വിളമ്പിട്ട് ഫുഡ് കഴിക്കാം. ഓക്കെ, അപ്പൊ വിഷ്ണുവിന് നാളെ കൊണ്ടുപോകാനുള്ള ചോറ് ഇത്ര മതിയോ നോക്കിയേ. കറിനകത്ത് തന്നെ ഒഴിക്കല്ലേ? കറി വേറെ അങ്ങനെ സെപ്പറേറ്റ് കൊണ്ടുപോയി കൈ കുഴച്ച് തിന്നാൻ മാത്രമുള്ള അത്ര അങ്ങനത്തെ ഒരു ഇതിലല്ല സത്യത്തില്. സ്പൂണിലൊക്കെ കഴിക്കുള്ളൂ ചിലപ്പോ, അല്ലെ? അതാ കുറച്ചും കൂടി എളുപ്പം. പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ വാഷിംഗ് ബേസിന് അപ്പുറത്ത് ചേഞ്ച്. എനിക്കുള്ള നാളത്തേക്ക് കഴിക്കാനുള്ള പോക്കണം ഇട്ടിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. വിഷ്ണു ഇപ്പൊ പോയിട്ട് കിടക്കും, കാരണം അവര് നാളെ രാവിലെ എണീച്ചിട്ട് വർക്കിന് പോകണം. ഇന്നൊരു 5 മണിക്കൂറൊക്കെ അല്ലേ ഉറങ്ങാൻ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് വിഷ്ണു രാവിലെ എണീറ്റിട്ട് പോകും. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി ഒരു ആപ്ലിക്കേഷൻ എനിക്ക് ഞാൻ നേരത്തെ പറയുന്നില്ല, അത് എനിക്ക് എന്തായാലും ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അത് ഓക്കെ, അതപ്പം കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഞാനും കിടക്കുകയും ചെയ്യുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഞാൻ ചിലപ്പം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടണം. അപ്പൊ എനിക്ക് നാളെ തന്നെ പോസ്റ്റ് ചെയ്യണമെന്നുണ്ട്. ഒന്നുമില്ല, വീക്കിലി ഒരു വീഡിയോ എങ്കിലും ഇടണ്ടേ? ഈ പുതിയ യൂട്യൂബ് ചാനലൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ട് മോശമല്ലേ? അപ്പം ഓക്കെ, ബാക്കി ഞാൻ ചെയ്തോളാം. പാത്രം ഞാൻ കഴിക്കോളാം. പോയി കിടന്നോ. അപ്പൊ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. അപ്പം അങ്ങനെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഞാനിപ്പം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. 1-2 ആപ്ലിക്കേഷൻ ഉണ്ട്. ട്രാക്കിലൊക്കെ എനിക്ക് അപ്ലൈ ചെയ്യാനുണ്ട് കുറച്ച്. 2-3 ഓഫ് ഒന്നും ഞാൻ അത്രയും ആപ്ലിക്കേഷൻ ഒന്നും അയച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് അതിന് കുറച്ച് സമയം ഇരിക്കണം. അപ്പം അങ്ങനെയാണ്, ഇത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചത്. അതായത് ഒരു വർക്കും ലൈഫും രണ്ടും കൂടെ എങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യുന്നു. കാരണം നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളിലൊന്നും നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ലല്ലോ. ഇപ്പോഴ് ഈ ഒരു അഡൾട്ടിങ് ഈ ഒരു ടൈമിലാണ് നമ്മൾ ഇതെല്ലാം അറിയുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം, നമ്മൾ വർക്കും അതേസമയം വീട് വിട്ടിട്ടായതുകൊണ്ട് അവരെ വീട്ടിൽ വിളിക്കുന്ന കുറച്ച് ടാസ്കും. കാരണം ഇപ്പോൾ ഒന്നാമത് 5.5 hours ആണ് ഡിസ്റ്റൻസ്. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ വിളിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും ഞാൻ അത് മാത്രത്തിൽ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഞാനൊരു വൈകുന്നേരം രാവിലെ വന്നിട്ട് ഞാൻ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായി ഉറങ്ങാൻ കിടന്നപ്പോൾ. അത് കഴിഞ്ഞ് ഒരു വൈകുന്നേരം നമ്മൾ ടെസ്കോയിൽ പോയില്ലേ, അതിന് തൊട്ട് മുന്നേ വീട്ടിൽ നിന്ന് അച്ഛൻ, ഞാൻ പറയില്ല, അച്ഛൻ എപ്പോഴും എന്നെ ഉറങ്ങുന്നതിന് മുന്നേ വിളിക്കും. അപ്പം അച്ഛൻ ആ ഒരു സമയം പിന്നെ അപ്പം എല്ലാവരും ഉണ്ടായി, പിന്നെ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഓർമ്മയുണ്ടായിട്ടില്ല. ഞാൻ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. ഓക്കെ, എന്താ ഇപ്പം ഇന്നുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ശരിക്കും പറഞ്ഞാൽ 2 ദിവസം അടുപ്പിച്ച് ഓഫ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ എക്സ്ട്രാ ഷിഫ്റ്റ് എടുത്തതുകൊണ്ട് എനിക്ക് ഒരു ദിവസമേ നൈറ്റ് ഓഫ് കിട്ടിയിട്ട്. ഈ നൈറ്റ് ഓഫ് എന്ന് പറയുന്നത് ആകെ ഇത്ര ഉണ്ടാവുള്ളൂ. ശരിക്കും നൈറ്റ് ഓഫിന് ഒരു ഓഫ് എന്നൊന്നും പറയാൻ പറ്റൂല നമുക്ക് ശരിക്കും. അപ്പം അങ്ങനെ നൈറ്റ് ഓഫ് കഴിഞ്ഞ് വന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനൊരു ടൈം കണ്ടെത്തണം. ഒരു 10 മണിക്കുള്ളിൽ റെസ്റ്റ് എടുക്കാൻ പോയി. പിന്നെ ഒരു 5 മണിയായപ്പോഴും എണീച്ചു. അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം ഫോണൊക്കെ നോക്കി ഇരുന്നുണ്ടായി. അത് വേറെ അതിന് എക്സ്ട്രാ വരുന്ന കാര്യം, അതൊന്നും വീഡിയോ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ, ഇനി അടുത്ത വീക്കിലോട്ടുള്ള പ്രിപ്പറേഷൻസ് ആയി. സാധനം മേടിക്കണം. ഒരു ചെറിയൊരു ഒരു ഓട്ടപ്പാച്ചിൽ ഒരു ഷോപ്പിംഗ് ചെയ്തിട്ട് വന്ന്, ഗ്രോസറി. അതൊരു ഒന്നൊന്നൊരു ഗ്രോസറി ഷോപ്പിംഗ് ആയിരുന്നു. അപ്പം ഇനി അടുത്ത ഒരു ആഴ്ചത്തേക്ക് വേണ്ടിയുള്ള കുറച്ച് പച്ചക്കറി, പിന്നെ വെള്ളം, മെയിനായിട്ട് വെള്ളം. ഇവിടുത്തെ വെള്ളം ഭയങ്കര പൊട്ട വെള്ളം. നമുക്ക് പൈപ്പിലെ വെള്ളം അങ്ങനെ കുടിക്കാൻ പറ്റൂല. ചൂടാക്കിയതാണെങ്കിൽ നമുക്ക് എത്ര ഏലക്കായി അങ്ങനെ ജീരകം എന്തിട്ട് കുടിച്ചാലും അത് ഒരുമാതിരി ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഇവിടുന്ന് ടെസ്കോന്ന് വെള്ളം മേടിക്കുക ചെയ്യുന്നത്. അപ്പം അങ്ങനെ കുറച്ച് ദിവസത്തേക്കുള്ള വെള്ളമായി. പിന്നെ ടോയ്ലറ്റ് ടിഷ്യൂ, കിച്ചൺ ടിഷ്യൂ, ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ വേണമല്ലോ. അപ്പം ഓക്കെ, അങ്ങനത്തെ കുറച്ച് ഇത് ആയതുകൊണ്ടാണ് അത് അത്രയും ഹെവി ആയിട്ട് തോന്നിയത്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അതിനകത്ത്. പിന്നെ അരി തീർന്നിട്ടുണ്ടായി, അരി മേടിച്ചു.
അപ്പം പിന്നെ അതിന് ശേഷം എന്താ ഉണ്ടായ, പിന്നെ പിള്ളേരെ അടുത്ത് സംസാരിച്ച് അതന്നെ ഒരു ഭയങ്കര ആശ്വാസമാണ്. അല്ലാണ്ട് നമ്മൾ മാത്രം തനിച്ച് എന്ന് പറയുമ്പോൾ അത് ആരെങ്കിലൊക്കെ വരുമ്പോൾ തൊട്ടപ്പുറത്ത് തന്നെയാണ് എല്ലാവരും. പക്ഷേ ഈ പറയുന്ന പോലെ എല്ലാവർക്കും ഡ്യൂട്ടി ഓരോ സമയത്ത് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് ഭയങ്കര റെയറായിട്ടാണ്. അപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ കാണുന്നത് ഭയങ്കര റെയറായിട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് അവരെ കണ്ടു. ഷാരുവിനെ മാത്രം കണ്ടിട്ടില്ല. അപ്പം ഷാരു വർക്കിലായിരുന്നു. വർക്ക് കഴിഞ്ഞിട്ട് അവൾ നേരെ പോയി. ഇനി നാളെ അവൾക്ക് വീണ്ടും വർക്കുണ്ട്. അവരൊക്കെ ഡേ ഡ്യൂട്ടിയാണ്. അപ്പം അതുകൊണ്ട് ഷാരുവിനെ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ അത്രേ ഉള്ളൂ. പിന്നെ പിള്ളേരുമായിട്ട് എൻജോയ് കുറച്ച് ടൈം അതിന് പോയി. പിന്നെ ചായ കുടിച്ചു, പഴംപൊരിയൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കി കഴിച്ച്, ചന്തുവിൻ്റെ പാസ്തയൊക്കെ കഴിച്ച്, പിന്നെ അങ്ങനെ പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടായി. ചെറിയ ക്ലീനിങ്, നമ്മൾ ഈ പറയുന്ന പോലെ ഓഫ് കിട്ടുമ്പോഴൊക്കെ ഈ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നുണ്ട്. അതൊരു ഹെവി വർക്ക് അല്ല നമുക്ക് ശരിക്കും. വല്ലപ്പോഴും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ക്ലീൻ ചെയ്യലോ ആക്കലോ ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് ഈ പറയുന്ന പോലെ ഇപ്പം ഇവിടെ തലയൊക്കെ കുളിക്കുന്നത് ഭയങ്കര റെയറായിട്ട്, അതാണ് ഒരു വലിയ കുളി. അപ്പം അങ്ങനെ വലിയ കുളി കുളിക്കുന്ന സമയത്ത് ആ ബാത്റൂമും ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഓഫ് കിട്ടുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാനുള്ള ടൈം ഉണ്ടാവും. പിന്നെ എന്താ ഇപ്പൊ ഇനി ഒരു 11 മണിയായി. എനിക്ക് എന്തായാലും നാളെ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാൻ ഇത്ര നേരത്തെ ഉറങ്ങൂല. കാരണം എൻ്റെ സ്ലീപ്പ് സൈക്കിളെല്ലാം നേരെ ഉൾട്ടയായിട്ടാണ് ഉള്ളത്. അത് ഞാനൊരു റീല് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 3-4 മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഉറങ്ങുള്ളൂ. ഇനി 4 മണിക്ക് വീട്ടിൽ വിളിച്ച അമ്മേനോട് അച്ഛനോട് സംസാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഉറങ്ങുക. അപ്പൊ പിന്നെ വൈകുന്നേരം അവരോട് സംസാരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് അറിയാം എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. പിന്നെ ഞാൻ ഇപ്പൊ നേരത്തെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എണീക്കും. പിന്നെ എനിക്ക് വർക്കിന് പോകുന്നതിന് മുന്നേ ആ ഒരു ഉറക്കമൊന്നും വരൂല. അപ്പൊ പിന്നെ എനിക്ക് ടയേർഡായ പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാനൊരു 3-4 മണി വരെ പയ്യെ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് ഫോണൊക്കെ നോക്കി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ടേ ഞാൻ കിടക്കുള്ളൂ. അപ്പൊ അതാണ് ഇന്നത്തെ ഒരു ദിവസം. പറഞ്ഞു 5 മിനിറ്റ് 6 മിനിറ്റ് ആവാറായി ഈ ഒരു വൈൻഡ് അപ്പ് സെക്ഷൻ. അപ്പം ഓക്കെ, വേറെ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യണം. എനിക്കിങ്ങനെ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല. ഗെയിംസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എനിക്ക് ട്രാവലൊക്കെ ചെയ്യുന്നതൊക്കെ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് പറയുന്ന പോലെ ട്രാവൽ നമ്മളിപ്പം ഇനിയിപ്പോൾ വിന്ററും കൂടെ ആയതുകൊണ്ട് ഒരുപാടങ്ങ് ചെയ്യുന്നില്ല. പിന്നെ ഞങ്ങളുടെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒന്ന് സെറ്റായിട്ട് മതി, നമ്മളൊന്ന് ഫൈനാൻഷ്യലിയൊക്കെ ഒന്ന് സ്റ്റേബിൾ ആയിട്ട് മതി ഇതുപോലെ വേറെ കൺട്രീസ് ഒക്കെ ട്രാവൽ ചെയ്യുന്നത് എന്നുള്ള ഒരു പ്ലാനാണ് ഞങ്ങൾക്ക്. ടൈം ഉണ്ടല്ലോ, നമുക്ക് ഒത്തിരി ടൈമുണ്ട്. അപ്പം അങ്ങനെ അതുകൊണ്ട് എന്നാലും അടുത്തടുത്തൊക്കെ പോകണം. ഇവിടെ UK-നകത്ത് തന്നെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ഇടക്കിടക്കൊക്കെ ഒന്ന് പോയി കാണണം എന്നൊക്കെ ഉണ്ട്. അടുത്തന്നെ ഞങ്ങൾ ഇവിടുത്തെ എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എന്തായാലും ഇടും. പിന്നെ അത്രേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യണം. എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും മാത്രമല്ലേ ഈ വീഡിയോസ് ഒക്കെ കാണുന്നുള്ളൂ. അപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ കമന്റിൽ ഇട്ടാൽ മതി. പിന്നെ കഴിഞ്ഞ വീഡിയോയിലെ കമന്റ് അതെന്താ ഓഫായി, ഞാനായിട്ട് ഓഫാക്കിയതല്ല. അപ്പൊ എന്നോട് കുറെ, എസ്പെഷ്യലി എൻ്റെ അച്ഛൻ എന്നോട് ചോദിച്ചു എന്താ കമന്റ് ഓഫ് ചെയ്ത്, കമന്റ് ഓൺ ചെയ്ത് എനിക്ക് കമന്റ് ഇടണമെന്ന്. കാരണം ഇപ്പം എൻ്റെ എല്ലാ റീൽസിനും എൻ്റെ അച്ഛൻ്റെ കമന്റ് ഭയങ്കര ട്രെൻഡിങ്ങും ഭയങ്കര ലൈക്കും അതിന്റെ താഴെ കുറെ പേര് കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും എൻ്റെ റീൽസിന് എൻ്റെ അച്ഛൻ്റെ കമന്റ്. അപ്പൊ അച്ഛൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടുണ്ടായി എന്താ ഓഫ് ചെയ്തത്. പക്ഷെ ഞാനായിട്ട് ഓഫ് ചെയ്തതല്ല, അത് ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് തന്നെ ഓഫ് ചെയ്തത്. എന്തോ ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ മ്യൂസിക് ഉള്ളതുകൊണ്ട് കോപ്പിറൈറ്റ് അടിച്ചോ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഞാനതൊക്കെ സൂക്ഷിച്ചിട്ടാണ് എഡിറ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇതിൽ ഞാൻ കമന്റ് ഓൺ ചെയ്തിടാനായിട്ട് പ്രത്യേകിച്ച് ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പറയാണ്, ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ്, ഷെയർ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഗുഡ് നൈറ്റ്.